ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം പട്ടാകൾസ് ഇരുന്ന് അക്ബർ, ആര്യൻ, നെവിൻ ഇവർ 3 പേരെക്കുറിച്ച് ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. എന്തൊക്കെയാണ് അവർ പറഞ്ഞു കൂട്ടുന്നത്? 24/7 BB കാണുന്നവർക്ക് എല്ലാം മനസ്സിലാകും. നെവിൻ കുറച്ച് ഓവറായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളത് തീർച്ചയായും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അവന് കണക്കിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അവൻ്റെ പ്രവൃത്തികൾക്കുള്ള എല്ലാ വിമർശനങ്ങളും അവൻ ഏറ്റുവാങ്ങാൻ അർഹതപ്പെട്ടവൻ തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഇൻസിഡന്റിൽ നെവിൻ ആ കാലിപ്പാലിന്റെ ബോട്ടിലാണ് ഷാനവാസിന് നേരെ എറിഞ്ഞത്. അപ്പോൾ തന്നെ ഷാനവാസ് മുട്ടുകുത്തി ഇരിക്കുകയായിരുന്നു. നെഞ്ചത്ത് കൈവച്ച് അവൻ എന്റെ നെഞ്ചത്തേക്ക് പാൽ ബോട്ടിൽ എറിഞ്ഞു എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞിരുന്നത്. ഇത് കണ്ടുനിന്ന അക്ബറും ആര്യനും പറഞ്ഞു, പാലിന്റെ കാലിബോട്ടിൽ വീണിട്ട് നെഞ്ചുവേദന വന്നു എന്നോ, മുഴുവൻ ഡ്രാമയാണ്, ആക്ടിംഗ് ആണ് എന്നെല്ലാമായിരുന്നു അവർ പറഞ്ഞത്. ശരിക്കും ആ ഇൻസിഡന്റ് കണ്ടപ്പോൾ എനിക്കും തോന്നി, ഒരു പാലിന്റെ ബോട്ടിൽ വീണപ്പോഴേക്ക് നെഞ്ചുവേദനയെല്ലാം വരുമോ എന്ന്. അതേ ചിന്താഗതി തന്നെയായിരുന്നു അക്ബറിനും ആര്യനും നെവിനുമെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഷാനവാസിനെ പട്ടാകൾ അനീഷും ചേർന്ന് പൊതിഞ്ഞു. ഷാനവാസിന് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല എന്ന ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അക്ബറിനും ആര്യനും മനസ്സിലായി ഇത് കളിയല്ല, കാര്യമാണെന്ന്. അപ്പോൾ തന്നെ അക്ബർ ഷാനവാസിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ പട്ടാഗേൾസ് ആട്ടി ഓടിക്കുകയായിരുന്നു. ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഷാനവാസിനെ എടുത്തുപൊക്കാൻ സഹായത്തിന് ചെന്ന അക്ബറിനെയും ആര്യനെയും പട്ടാഗേൾസ് പറഞ്ഞു തുടരുതെന്ന്. പലതവണ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഷാനവാസ് വയ്യാതെ തറയിൽ തന്നെ കിടക്കുകയായിരുന്നു. എല്ലാ ഹൗസ്മേറ്റ്സും പറഞ്ഞു ഡോക്ടറോട് അകത്തോട്ട് വരുവാൻ, ഞങ്ങൾ വേണമെങ്കിൽ റൂമിൽ പോയി ഇരുന്നോളാം, ബ്ലൈൻഡ് സിറ്റോളൂ ബിഗ് ബോസ് എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുകയായിരുന്നു. അപ്പോഴും ബിഗ് ബോസ് പറഞ്ഞു കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ. അനീഷും പട്ടാഗേൾസും ഷാനവാസിനെ എടുത്ത് പൊക്കാൻ ശ്രമിച്ചപ്പോൾ സപ്പോർട്ടിനായി അക്ബറും ആര്യനും ചേർന്നു. ആ സമയം പട്ടാഗേൾസ് കൈ തട്ടി മാറ്റുകയായിരുന്നു. ഇത് ചെയ്തപ്പോൾ ആര്യനിട്ട് അനുമോളുടെ തലയ്ക്ക് ഒരു കൊട്ടുകൊടുത്തു. പിന്നെ അതേ തുടർന്നായിരുന്നു അവിടെ വഴക്ക് നടന്നത്. എങ്ങനെയെങ്കിലും ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് അവർ എത്തിച്ചു. അതിനുശേഷം തൊട്ട് ഇനി അക്ബറിനെയും ആര്യനെയും നെവിനെയും കുറിച്ച് ഇവർ പറയാൻ ഒന്നും തന്നെ ബാക്കിയില്ല. മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അക്ബറിനെ ഇതെല്ലാം വളരെ നന്നായി തന്നെ ഹേർട്ടായിട്ടുണ്ട്. ഒരു വില്ലന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു ഗുണ്ടകളെ പോലെയാണ് അവർ ഇപ്പോൾ നമ്മളെ പോർട്രേ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഫസ്റ്റ് ഷാനവാസിൻ്റെത് അഭിനയമായി തോന്നിയെങ്കിലും പിന്നെ ജെനുവിനാണെന്ന് തോന്നിയപ്പോൾ ഹെൽപ്പ് ചെയ്യുവാൻ ഇവരും വളരെ ആത്മാർത്ഥമായി തന്നെയായിരുന്നു ചെന്നിരുന്നത്. എന്നാൽ അത് നിരസിച്ചിട്ട് ഇരുന്ന് കുറ്റം പറയുകയാണ്. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. പട്ടാഗേൾസിന് ആങ്ങളപ്പാസം അങ്ങ് തുളുമ്പുകയാണ്. ആ ആങ്ങളയെ അമ്മായിയാക്കി മാറ്റിയതെല്ലാം ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ലാലേട്ടൻ ഇത്തവണ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും നന്നായി തന്നെ തലോടുന്നതായിരിക്കും. പട്ടാഗേൾസിന്റെ വേർഷനും അക്ബറിന്റെയും ആര്യന്റെയും നെവിന്റെയും വേർഷൻ ജനങ്ങൾ ഇപ്പോൾ കണ്ടു മനസ്സിലാക്കുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് സത്യമെന്നുള്ളതും ഞങ്ങൾക്കറിയാം. നെവിൻ കാണിച്ചത് തെറ്റു തന്നെയാണ്. എന്നാൽ ആദ്യം ആ പാലിന്റെ പാക്കറ്റ് എടുത്ത് പീക്കിയത് ഷാനവാസ് ആയിരുന്നു. അതിനുശേഷമായിരുന്നു നെവിൻ ഷാനവാസിന് നേരെ പാലെടുത്ത് എറിഞ്ഞതും. ആ പാല് മുഴുവൻ തറയിൽ പോകുവാനും ഉണ്ടായിരുന്ന കാരണം ആ പാലിന്റെ ബോട്ടിൽ ഷാനവാസിന്റെ മേൽ വീണതുകൊണ്ടല്ല ഷാനവാസിന് വേദന അനുഭവപ്പെട്ടത്. ആ സമയം ഷാനവാസ് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഷാനവാസിന് ഒരു പക്ഷേ നെഞ്ചുവേദന എടുത്തത്. എന്തായാലും കൺഫെഷൻ റൂമിലെത്തി ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിശദ പരിശോധനയ്ക്ക് ശേഷം ഷാനവാസ് ഇനി BB ഹൗസിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനി കണ്ടറിയാം. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.